ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ പുതു തീ, ദാറ്റ് ഈസ് ന്യൂ ഫയർ ആൻഡ് ന്യൂ വാട്ടർ, പിന്നെ പെസഹയുടെ ഈ തിരി, പിന്നെ പുതുവെള്ളം, ഇതെല്ലാം ആശീർവദിക്കുന്ന ഒരു ദിവസമാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രവേശനമാണ്, എ ന്യൂ സ്റ്റാർട്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഉയർപ്പെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ ഇതിലാണ് നമ്മൾ ഇന്നത്തെ ലിറ്റർജി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ലിറ്റർജി ആരംഭിക്കുന്നത് തന്നെ എല്ലാം നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് പുതിയ തിരിയുമായി അകത്ത് പ്രവേശിച്ച് നമ്മൾ പെസഹ പ്രഘോഷണം നടത്തും. പെസഹ പ്രഘോഷണം കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിളിലെ 7 വായനകളുണ്ട്. ആ 7 വായന നമ്മൾ എടുക്കുന്നില്ല, 3 വായനകൾ, ആദ്യത്തെ 3 വായനകളാണ് എടുക്കുന്നത്. ആദ്യത്തെ വായന ഉൽപ്പത്തിയിൽ നിന്ന്, പിന്നെ വരുന്നത് അബ്രഹാമിൻ്റെത്, പിന്നെ മൂന്നാമത്തേത് ചെങ്കടൽ കടത്തുന്നത്. ഈ 3 വായനകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമായും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 വായനകളും നമ്മൾ വായിക്കുന്നു. അതിനുശേഷം നമ്മൾ അത്യുന്നതങ്ങൾ പാടിയിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇതിൽ പ്രാർത്ഥിക്കുകയും ഒരു കാര്യം മാത്രം ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ, നമ്മളെല്ലാവരും പുതുമയെ ആഗ്രഹിക്കുന്നവരാണ്. ഒരു പുതിയ തുടക്കം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ലോകത്തെ സമർപ്പിച്ചുകൊണ്ടാണ്, ആൽഫയും ഒമേഗയും ഈ വർഷത്തെ സമർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് എഴുതി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. വത്സല സഹോദരരെ, ക്രിസ്തുനാഥൻ മരണത്തിലൂടെ ജീവൻ പ്രാപിച്ച ഈ പരിപാവനമായ രാത്രിയിൽ സഭാമാതാവ് ലോകമെങ്ങുമുള്ള തൻ്റെ മക്കളെ ജാഗരമനുഷ്ഠിച്ച് അഥവാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്നു. ദൈവ വചനം ശ്രവിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടി പെസഹായുടെ അഥവാ കടന്നുപോകലിൻ്റെ സ്മരണ നാം ആചരിക്കുന്നുവെങ്കിൽ അവിടുന്ന് മരണത്തിൻ്റെ മേൽ നേടിയ വിജയത്തിൽ പങ്കുചേരുകയും അവിടത്തോടൊപ്പം ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുവാൻ നമുക്കും സാധിക്കുമെന്ന് പ്രത്യാശിക്കാവുന്നതാണ്. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി വിശ്വാസികളുടെ ഹൃദയങ്ങളെ ദിവ്യപ്രഭ ചൊരിയുന്ന തിരുനാളം കൊളുത്തിയ അങ്ങ് ഈ പുത്തൻ തീ വിശദീകരിച്ചാലും ഈ പെസഹ മഹോത്സവം വഴി ഞങ്ങളിൽ സ്വർഗീയ അഭിലാഷങ്ങൾ പ്രോജ്വലിപ്പിക്കണമേ. ദിവ്യ തേജോമയമായ നിത്യ മഹോത്സവത്തിൽ നിർമ്മല ഹൃദയരായി ഞങ്ങൾ വന്നണയുവാൻ കൃപയരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ക്രിസ്തു ഇന്നലെയും എന്നും ആദിയും അന്ത്യവും, ആൽഫയും ഒമേഗയും അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. കർത്താവായ ക്രിസ്തു തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
ക്രിസ്തുവിൻ പ്രകാശം. കത്തിക്കാവുന്നതാണ് കേട്ടോ. മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു.
അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനാ ശുദ്ധീകരിച്ചു തെളിച്ചൊരൈ കൈത്തിരി മങ്ങാതെ കൂരിരും നീക്കിടട്ടെ മങ്ങാതെ കൂരിരും നീക്കിടട്ടെ. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി മങ്ങാതെ കൂരി നീക്കിടട്ടെ മങ്ങാതെ കൂരിരും നീക്കിടട്ടെ. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി മങ്ങാതെ കൂരിരും നീക്കിടട്ടെ മങ്ങാതെ കൂരിരും നീക്കിടട്ടെ. അങ്ങ് സ്വന്തം സൃഷ്ടിയായ ജലം വഴി ബഹുവിധത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ലോകാരംഭം മുതൽ അങ്ങയുടെ ചൈതന്യം ജലത്തിന് മീതെ വ്യാപിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി അന്തേ ജലത്തിൽ നിക്ഷിപ്തമായി. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിന്റെ ആദിരൂപം കാട്ടി. അങ്ങനെ ജലം പാപത്തിന്റെ അന്ത്യവും അതേസമയം പുണ്യത്തിന്റെ ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രഹാമിന്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാൽ നനയാതെ മറുകര കടക്കുവാൻ അങ്ങ് സഹായിച്ചു. അങ്ങനെ ഫറവോന്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തരായ ഇസ്രായേൽ ജനം ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവജലത്തിന്റെ പ്രതിരൂപമായിരിക്കണമെന്ന് അങ്ങ് നിശ്ചയിച്ചു. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റു. പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായി. അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകുവാൻ അങ്ങ് തിരുവുള്ളമായി. പുനരുദ്ധാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും പഠിപ്പിച്ച് ദൈവപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. ദൈവമേ, അങ്ങയുടെ സഭയെ തൃക്കൺ പാർക്കണമേ. സഭയിൽ നിന്ന് ജ്ഞാനസ്നാനം നീരുറവ നിർഗളിക്കുവാൻ കൃപയേറണമേ. പരിശുദ്ധാത്മാവ് വഴി ഈ ജലത്തെ അങ്ങയുടെ പ്രസാദവരം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. സ്വന്തം ഛായയിൽ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ ജന്മപാപത്തിന്റെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി ജന്മം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ വഴി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ നീരിലിറങ്ങുമാറാകട്ടെ. അതുവഴി ക്രിസ്തു ഒന്നിച്ച്
ജ്ഞാനസ്നാനത്തിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം ക്രിസ്തു ഒന്നിച്ച് പുതുജീവിതത്തിലേക്ക് പുനരുദ്ധാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർത്തുന്നു. മുറിവുകളാൽ മൂടിയ വേദിയിതാ നിറവോരും പ്രഭയിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർത്തുന്നു. മുറിവുകളാൽ മൂടിയ വേദിയിതാ നിറവോരും പ്രഭയിൽ മുഴുകുന്നു. ഒരു പുതിയ ജീവിത സരണിയിലൂടെ ചരിക്കുന്നവരാണല്ലോ നാം. തപസ്സാചരണം അവസാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ജ്ഞാനസ്നാന വ്രതങ്ങൾ നമുക്കിപ്പോൾ പുതുക്കാം. ഈ വ്രത വാഗ്ദാനം വഴി നാം പിശാചിനെയും അവന്റെ ദുഷ്കർമ്മങ്ങളെയും പാടയൊക്കെ വിട്ടുപേക്ഷിച്ച് കത്തോലിക്കാ സഭയിൽ വിശ്വസ്തയോടെ ദൈവത്തിന് സേവനമനുഷ്ഠിക്കണമെന്ന് ഒരിക്കൽ പ്രതിജ്ഞ ചെയ്തവരാണ്. ആ പ്രതിജ്ഞ നമുക്കിപ്പോൾ നവീകരിക്കാം. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവരുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ജലവും പരിശുദ്ധാത്മാവും വഴി നമുക്ക് നവജന്മം അരുളിയവനും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവനും സർവശക്തനുമായ ദൈവം തന്റെ കൃപാവരത്താൽ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച നിത്യായുസ്സിലേക്ക് നയിക്കുമാറാകട്ടെ. ഉയർത്തെഴുന്നേറ്റു, നാഥൻ ഉയർത്തെഴുന്നേറ്റു, പാപത്തിന്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു, നാഥൻ ഉയർത്തെഴുന്നേറ്റു, പാപത്തിന്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിമേലെനിക്കു ജീവിതമെന്നാൽ ഉത്ഥിതനായ ഈശോ കുരിശിൽ മരിച്ചു മരണത്തിന്മേൽ വിജയം വരിച്ച ഈശോ.